നമസ്കാരം. കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്നും കോടികൾ വായ്പയെടുത്ത ശേഷം മുങ്ങിയ മലയാളികൾക്കെതിരെ കേരളത്തിൽ അന്വേഷണം. കേസിന്റെ അന്വേഷണ ചുമതല ദക്ഷിണ മേഖല ഐജിക്ക് നൽകും. 1400-ൽ പരം മലയാളികൾ 700 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് സൂചന. ശമ്പള സർട്ടിഫിക്കറ്റ്, ജാമ്യം നൽകിയാണ് വായ്പ എടുത്തത്. ഗൾഫ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കേരളത്തിലെത്തി ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് പരാതി നൽകി. തുടർന്ന് എറണാകുളം, കോട്ടയം ജില്ലകളിലായി നിലവിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 8 എണ്ണവും എറണാകുളം റൂറൽ പോലീസ് ജില്ലയിലാണ്. തട്ടിപ്പ് നടന്നത് കുവൈറ്റിലാണെങ്കിലും വിദേശത്ത് തട്ടിപ്പ് നടത്തി മടങ്ങുന്നവർക്കെതിരെ ഇന്ത്യയിൽ കേസെടുക്കാൻ നിയമപ്രകാരം കഴിയും. കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. കുവൈറ്റിലെ ഗൾഫ് ബാങ്കിനെ ശതകോടികൾ കബളിപ്പിച്ച നഴ്സുമാരടങ്ങുന്ന 1425 മലയാളികൾക്കെതിരെയായ കേസിൽ കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ ബാങ്ക് അധികൃതർ അടുത്തയാഴ്ച കൊച്ചിയിലെത്തും. ഇവർ കൈമാറുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കേസെടുക്കാനാണ് സാധ്യത. പ്രതികളായ നഴ്സുമാരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നീക്കം ബാങ്ക് അധികൃതർ തുടങ്ങിയെന്നാണ് വിവരം. എന്നാൽ കോവിഡ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നതാണ് ലോൺ തിരിച്ചടവ് മുടങ്ങാൻ കാരണമെന്നാണ് പ്രതികളായവരുടെ വിശദീകരണം. ഗൾഫ് ബാങ്ക് കുവൈറ്റ് ഷെയർ ഹോൾഡിംഗ് കമ്പനി പബ്ലിക് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പണം തട്ടിയത്. പണം തട്ടിയവരിലേറെയും നഴ്സുമാരാണ്. തട്ടിപ്പ് നടത്തിയവരുടെ വിവരങ്ങൾ ബാങ്ക് അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. 3 മാസം മുൻപാണ് ബാങ്ക് അധികൃതർ തട്ടിപ്പ് കണ്ടെത്തിയത്. വായ്പ എടുത്ത ശേഷം കൃത്യമായി തിരിച്ചടച്ച് ബാങ്കിന്റെ വിശ്വാസ്യത നേടിയ ശേഷമാണ് തട്ടിപ്പ് നടത്തുന്നത്. ആദ്യം ചെറിയ തുകകൾ വായ്പയെടുത്ത് കൃത്യമായി അടയ്ക്കും. പിന്നീട് വലിയ തുകകൾ വായ്പയെടുത്ത ശേഷം മുങ്ങും. മലയാളികളെ മികച്ച ഇടപാടുകാരായാണ് കുവൈറ്റിലെ ബാങ്കുകൾ കണ്ടിരുന്നത്. എന്നാൽ വ്യാപകമായി വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ മലയാളികൾക്കുള്ള വിശ്വാസ്യതയ്ക്കും കോട്ടം തട്ടിയിരിക്കുകയാണ്. 2015 മുതലാണ് മലയാളികൾ ഇത്തരത്തിൽ വ്യാപകമായി വായ്പയെടുത്തു തുടങ്ങിയത്. 2023ഓടെയാണ് വൻതോതിൽ കുടിശ്ശിക വന്നത്. MOH ജോലിക്ക് എത്തിയവർക്ക് വിവിധ ഏജൻസികൾ വായ്പ ലഭ്യമാക്കി നൽകാറുണ്ട്. നിശ്ചിത കാലപരിധിക്കുള്ളിൽ ശമ്പളത്തിൽ നിന്നും വായ്പ തിരിച്ച് എടുക്കുന്നതോടെ ഇവർക്ക് മികച്ച ക്രെഡിറ്റ് സ്കോർ സ്വന്തമാകും. ഇതുപയോഗിച്ച് 1 കോടി രൂപ വരെയുള്ള വായ്പ തരപ്പെടുത്തിയ ശേഷം ജോലി അവസാനിപ്പിച്ച് മുങ്ങി. കുവൈറ്റ് വിട്ട് പലരും പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് താമസം മാറുകയും ചെയ്തു. വായ്പ എടുത്തവരുടെ നാട്ടിലെ വിലാസം ബാങ്കിലുണ്ട്. ഈ വിലാസങ്ങൾ പോലീസിന് കൈമാറി. വിപുലമായ അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. വലിയ ഗൂഢാലോചന തട്ടിപ്പിന് പിന്നിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കബളിപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞ 10 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായി നേരത്തെ ജോലി ചെയ്തിരുന്ന 700ഓളം പേരും കുവൈറ്റിലെ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്ന മലയാളികളടക്കം തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. 2021 ഡിസംബർ 9-നാണ് കോട്ടയം കുമരകം സ്വദേശി കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്നും വായ്പയെടുത്തത്. 33,777 കുവൈറ്റ് ദിനാർ വായ്പ എടുത്തിരുന്നു. എന്നാൽ പിന്നീട് വായ്പ തിരിച്ചടയ്ക്കാതെ പലിശ അടക്കം 39,566.3990 കുവൈറ്റ് ദിനാർ, അതായത് 1,10,70,889 രൂപ ബാങ്കിനെ കബളിപ്പിച്ച് ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നുവെന്നാണ് പോലീസ് FIRൽ വ്യക്തമാക്കിയത്. ബാങ്കിൽ നിന്നും ചെറിയ വായ്പകൾ എടുത്താണ് തട്ടിപ്പ് ആരംഭിച്ചത്. ഈ തുക കൃത്യമായി അടച്ച് പിന്നീട് 2 കോടി രൂപ വരെ വലിയ വായ്പ എടുത്തു. പിന്നീട് ഇവർ കേരളത്തിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുകയായിരുന്നു. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അന്വേഷണം ആരംഭിച്ചത്. അതേസമയം തട്ടിപ്പ് നടത്തിയവർ വഴി പഴുതു മനസ്സിലാക്കി കൂടുതൽ മലയാളികൾ ബാങ്കിനെ പറ്റിച്ചുവെന്നാണ് സൂചന. പിന്നിൽ ഏജന്റുമാരുടെ ഇടപെടലുണ്ടോ എന്നും ബാങ്ക് അധികൃതർ സംശയിക്കുന്നുണ്ട്.